കോഴിക്കോട് താമരശ്ശേരിയിൽ 9ാം ക്ലാസ്സുകാരന് മർദ്ദനമേറ്റതായി പരാതി. താമരശ്ശേരി പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ 4 കുട്ടികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും കൂടി പിടിച്ച് അടിച്ച്, ഒരു കുട്ടികൾ 2 കുട്ടികളെല്ലാം കൂട്ടത്തോടെ തച്ച്, ഓനെ കണ്ണിന് ചോര ഇറങ്ങി, കണ്ണ് കാഴ്ചയില്ലാതായി, കണ്ണിന് ഭയങ്കര ഇതാണ്, ഒന്ന് കണ്ണ് കാണുന്നുണ്ട്. പിന്നെ ഓന് തലക്ക് വേദന, തല നിറച്ചും മുഴകളാണ്. പിന്നെ കൊണ്ടുപോയി കാണിച്ച്, ഹോസ്പിറ്റലിൽ കാണിച്ച്, കയ്യിൻ്റെ ഷോൾഡർ ഇരിഞ്ഞു വയ്ക്കുന്നത്. ഓന് നല്ല പരിക്കാണ്. ഒരു കുട്ടിയോ 2 കുട്ടിയാണെങ്കിൽ തിരക്കേടില്ല. എല്ലാവരും കൂടി കൂട്ടത്തല്ലേ ചവിട്ടി ഒതുക്കിക്കാനിക്കുന്നോനെ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്താണ് ഈ മർദ്ദനത്തിന് ആധാരമായ സംഭവം? സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അനിൽ നമ്പ്യാർ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 9ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച ആ സ്കൂളിലെ തന്നെ 10ാം ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മുൻപ്, അതായത് ദിവസങ്ങൾക്ക് മുൻപ്, ഈ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഈ ഇപ്പോൾ മർദ്ദനമേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും തമ്മിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാക്ക് തർക്കമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായ ഈ സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നത്. അതായത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് മുറിക്ക് പുറത്തു നിന്നിരുന്ന ഈ 9ാം ക്ലാസ്സുകാരനെ ആ സ്കൂളിലെ തന്നെ 10ാം ക്ലാസ്സിലെ 15ഓളം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ശരീരമാസകലം മർദ്ദനമേൽക്കുകയും തോളലില് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച മറ്റു കുട്ടികളെ കൂടി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, കൃത്യമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ 9ാം ക്ലാസ്സുകാരന്റെ രക്ഷിതാക്കൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ഇന്നലെ ഉച്ചക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങളുടെ കുട്ടിക്ക് മർദ്ദനമേറ്റ വിവരം സ്കൂൾ അധികൃതർ വിളിച്ചറിയിച്ചത്. മാത്രമല്ല, ഈ സംഭവം ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കം പോലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഗുരുതര ആരോപണമാണ് രക്ഷിതാക്കൾ ഉന്നയിച്ചത്. എന്നാൽ സ്കൂൾ അധികൃതരുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ വേണ്ട നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ പ്രാഥമിക ശുശ്രൂഷ അടക്കം നൽകി. മാത്രമല്ല, ഈ സംഭവത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിച്ചു. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഈ സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. കൃത്യമായി എന്താണ് ഇനി ഈ താമരശ്ശേരിയെ സംബന്ധിച്ച് മുൻപും ഇത്തരത്തിലൊരു സംഭവം നമ്മൾ അറിഞ്ഞതാണ്. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് അതിക്രൂരമായി മർദ്ദിച്ച് ഷഹബാസിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം താമരശ്ശേരിയിൽ നിന്ന് മുമ്പ് വന്ന വാർത്തയാണ്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അതിക്രൂരമായ മർദ്ദനം തന്നെയാണ് ആ 9ാം ക്ലാസ്സുകാരന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണ് പോലീസ് നിലവിൽ. അനിൽ നമ്പ്യാർ. അനഘ, 9ാം ക്ലാസ്സുകാരന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? മാത്രമല്ല, പോലീസ് കൃത്യമായി ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ എന്തായാലും ഉണ്ടാവുക. എന്തായാലും കൃത്യമായി ഈ 9ാം ക്ലാസ്സുകാരൻ കൃത്യമായി തന്നെ ആരൊക്കെയാണ് മർദ്ദിച്ചത് എന്ന കൃത്യമായ വിവരം ഈ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായ നടപടിയെടുക്കും. ഈ പോലീസിന്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വെല്ലുവിളി അല്ലെങ്കിൽ എന്ന് പറയേണ്ടത്, കാരണം ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, ഈ 9ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും കേസ് മുന്നോട്ട് പോവുക. അനിൽ നമ്പ്യാർ. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് 9ാം ക്ലാസ്സുകാരന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം.